ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഈ മഴക്കാലം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അല്ലെ. ഇന്നലെ എന്തൊരു മഴയായിരുന്നു എന്നറിയോ. രാത്രി കാറ്റും ഉണ്ടായിരുന്നു. മാവിന്റെ കൊമ്പും മാങ്ങിയും എല്ലാം ചെതറി വീണ് കിടക്ക ഉമ്മറത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എന്താവോ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാനായിട്ടെന്ന്. പക്ഷെ ഇന്നാണെങ്കിലോ നല്ല മാതിരി വെളിച്ചുണ്ട്, നല്ല നീലാകാശ. പോരാത്തതിന് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്ത് ഇന്നലെ അലാറം സെറ്റ് ചെയ്തപ്പോഴേ അതിലത്തെ സൗണ്ട് കുറച്ചാ വെച്ചിട്ടുണ്ടായി അലാറത്തിന്റെ. ഞാൻ സാധാരണ അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നോക്കണ ആളാ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കും ചെയ്തു കൂട്ടാ. ഞാൻ അലാറം അടിക്കണവരെ കിടക്കാന്ന് വെച്ചിട്ട് വീണ്ടും കിടന്നു. അപ്പൊ ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടോ. 5 മണിക്ക് എഴുന്നേക്കണ്ട, ഞാൻ 5:30 എഴുന്നേറ്റപ്പോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ആർക്കും എന്നെ അങ്ങോട്ട് തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്യാമറയും കൊണ്ട് ഞാൻ പരിപാടി തുടങ്ങിയിട്ടാ. എല്ലാ വീക്കെൻഡ് വീഡിയോസാണ് ഞാൻ ഇടാറ്. അതായത് മുടക്കുള്ള ദിവസങ്ങളിലാണ് ഞാൻ വലിയ വീഡിയോസ് ഇടാറ്. ഷോർട്സ് അല്ല, നമ്മുടെ വലിയ വീഡിയോസ്. അപ്പൊ ഇന്ന് വിചാരിച്ചു നമുക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാന്ന് കേട്ടാ. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം വെക്കാം, കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കാം, പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് പിള്ളേരെ വിട്ടതിന് ശേഷം ഉണ്ടാക്കാന്ന്. സാധാരണ ഞാൻ എന്നും രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ചോറും കറിയും വെക്കും, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാറ് കേട്ടാ. ഇന്ന് ഞാൻ വിചാരിച്ചു പതുക്കെ ചെയ്യാം, തിരക്ക് കൂട്ടണ്ട. എന്തായാലും ഇത്തിരി നേരം വൈകി, അതും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും, വീഡിയോയും കൂടി എടുക്കേണ്ടതല്ലേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ചായയും മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ. കാട മുട്ടക്കറിയും ചപ്പാത്തിയും കൂടിയിട്ടാണ് ഇന്ന് പിള്ളേർക്ക് കഴിക്കാനും കൊടുത്തു വിടാനും ഞാൻ വിചാരിച്ചേക്കണേ കേട്ടാ. അപ്പൊ പാട്ടൊക്കെ വെച്ച് ഞാൻ ചായയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അതിന് കാടമുട്ട നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഉപ്പിട്ട് കഴിഞ്ഞാലേ നമ്മുടെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോ സുഖമായിട്ട് കിട്ടും. സോറി, നമ്മുടെ തൊലിയല്ല, കാടമുട്ടയുടെ തൊലി കേട്ടാ. പിന്നെ ഇന്നലെ പ്രശാന്ത് ഏട്ടൻ ഏതോ സൈറ്റിൽ പോയിട്ട് വന്നപ്പോ ആരോ കൊടുത്തതാന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല ഫ്രഷ് മാംഗോസ്റ്റീൻ, നന്നായിട്ട് ശരിക്കും ചെടിയുമെന്ന് പറിച്ചത്, വാങ്ങിക്കുമ്പോ കിട്ടണ പോലെയല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോസ്റ്റീൻ ഒരു കവറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. കാണുമ്പോ തന്നെ കൊതിയാവാട്ട കഴിക്കാനായിട്ട്. എന്തായാലും ഇപ്പൊ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനത് നമ്മുടെ ഫ്രൂട്ട്സ് വെക്കണ ആ ഒരു സംഭവത്തിൽ ഒതുക്കി റെഡിയാക്കി വെച്ചുട്ടാ. നമ്മുടെ കട്ടൻ ചായ തളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പാല് പൊട്ടിച്ച് ഒഴിക്കാം. പാല് പൊട്ടിച്ച പാക്കറ്റേ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ഒഴിക്കേണ്ടി വരുന്നില്ല ഒരു തവണത്തെ ചായയില്. ഞാനും ചേട്ടനും മാത്രമേ ചായ കുടിക്കുള്ളൂ, കുട്ടികൾ കുടിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൊട്ടിച്ച പാക്കറ്റ് നമ്മൾ എടുത്ത് വെക്കേണ്ടേ. അപ്പൊ അതിനായിട്ട് ഇതുപോലത്തെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കണ ബോക്സുകൾ 3-4 സെറ്റ് ആയിട്ടുള്ളത് മുമ്പ് വാങ്ങിച്ചതാട്ടാ. വീട് പണി കഴിയുന്നതിന് മുമ്പ് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. അത് ഭയങ്കര യൂസ്ഫുൾ ആയി. ഇതുപോലെ പൊട്ടിച്ച എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാലേ പാക്കറ്റ് ഇങ്ങനെ നേരെ വെച്ച വീണ് പോവുമല്ലോ, വെള്ളം താഴോട്ട് പോവുമല്ലോ. അപ്പൊ അങ്ങനെ അതിലെടുത്ത് വെക്കാട്ടാ. ഇനി നമുക്ക് മക്കളെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിക്കാട്ടാ. ഗുഡ് മോർണിംഗ്. അമ്മ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ അങ്ങനെ മക്കളെ എഴുന്നേറ്റ് പല്ലേപ്പും കുളിയൊക്കെ ആയിട്ട് ബിസിയാണ് കേട്ടാ. ഞാൻ അപ്പോഴത്തേക്കും കാടമുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കട്ടെ. സാധാരണ അവര് എഴുന്നേൽക്കുമ്പോഴത്തേക്കും എന്റെ എല്ലാ പരിപാടിയും കഴിയാറുള്ളത്, അവർക്ക് കഴിക്കാനുള്ള സാധനം എടുത്തു വെക്കുക ഞാൻ ചെയ്യാറ് ഇവര് കുളിക്കാൻ കയറുന്ന സമയത്ത്. ഇന്നിപ്പോ കറിയൊന്നും റെഡി ആയിട്ടില്ല കേട്ടാ. മൊത്തം താളം തെറ്റിയില്ലോ, ഇന്നത്തെ അലാറം പറ്റിച്ചില്ലേ നമ്മളെ. അപ്പൊ ഇനി കാടമുട്ടക്കറി ഉണ്ടാക്കണം. ചായ തിളച്ചിട്ടുണ്ട്. ഇനി അവര് കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും കറിയൊക്കെ റെഡി ആവണം. അപ്പൊ ഞാൻ തിരക്കിട്ട് എല്ലാം അതിലേക്ക് തന്നെ അരിഞ്ഞിടാണ്. അരിഞ്ഞു വെക്കാനുള്ള നേരമൊന്നുമില്ല. നേരെ പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എരിഞ്ഞ് റെഡിയാക്കാണ് കേട്ടാ. അത് വാടുമ്പോഴേക്കും ചായ ആറ്റിയിട്ട് പ്രശാന്തേട്ടനെ കൊടുക്കാട്ടാ. പ്രശാന്തേട്ടൻ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്തേട്ടനെ കൂടുതൽ ഉൾപ്പെടുത്താത്തതേ ആൾക്ക് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ആൾക്കൊരു ഇഷ്ടക്കേടോ ഒന്നും ആരോടും ഇല്ല കേട്ടാ. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും ആൾക്ക് എന്തോ വലിയ താല്പര്യം ഇല്ല ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട്. അതുകൊണ്ടാണ് കൂടുതൽ സമയം ആളെ കാണാത്തത്. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആളുടെ ഭാഗങ്ങളെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പോഴത്തേക്കും നംശിവ് കുളിച്ചു കുട്ടപ്പനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ളത്. അല്ലെങ്കിൽ ഫസ്റ്റ് കുളി കഴിയ ജാനുവിന്റെയാണ്. തല കുളിക്കാൻ നേരത്തെ തന്നെ വിളിക്കും. ഇത് ഇന്ന് ജാനുവിന്റെ വിളിയൊന്നും വന്നിട്ടില്ല. നംശിവാണ് ആദ്യം തന്നെ കുളിച്ചിറങ്ങി വന്നേക്കണേട്ടെന്ന്. നംശിവിന് നന്നായിട്ട് സമയം എടുത്ത് കുളിക്കുന്ന ഒരാളാണ്. ഇന്ന് നേരത്തെ ആളുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഞാൻ നേരം വൈകി വേഗമായിക്കോളൂന്ന് പറഞ്ഞണ്ടായി, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ജാനുക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി അവളുടെ നനഞ്ഞ മുടിയിൽ അതൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് റെഡിയാക്കി ഇനി ഫുഡ് അടിക്കാൻ ഇരുത്താം നമുക്ക്.
ഇന്നിടേണ്ട ഡ്രസ്സ് ഏതാന്ന് തീരുമാനിക്കാനാണത്ര ഇത്രയും സമയം വൈകിയത് കേട്ടോ ജാനുവിന്. അവൾക്ക് ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ ഭയങ്കര കാര്യമാണ്. എന്നാൽ മേക്കപ്പ് ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. സിമ്പിൾ ആയിരിക്കണം. ഡ്രസ്സ് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ആട്ടെ ഇഷ്ടം അവൾക്ക്. നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ഡ്രസ്സുകൾ. മാക്സിമം അവളുടെ ഡ്രസ്സുകളെല്ലാം പിങ്ക് കളറാണ് കേട്ടോ കൂടുതലും. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ ഇന്നാള് വാങ്ങാൻ പോയപ്പോഴും അതെ പല കളറ് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഒക്കെ ആയിട്ട് പല കളർ ഡ്രസ്സുകൾ കണ്ടാ കൊതിയാവും. പെൺപിള്ളേർക്ക് എന്തോരം ഡ്രസ്സാല്ലേ, പല ടൈപ്പ് ഡ്രസ്സുകളാ. ആൺപിള്ളേർക്കാണെങ്കിൽ ഇങ്ങനത്തെ കോട്ടും അല്ലെങ്കിൽ സാധാ ബനിയനും സാധാ ഷർട്ടും അല്ലെങ്കിൽ ഇത്തിരി കൂടി ലൂസുള്ള ഷർട്ടും ലൂസുള്ള പാൻറ്റും ഇത്ര തന്നെ ഉള്ളൂ അല്ലെ. പെൺകുട്ടികൾക്ക് എന്തെല്ലാം വെറൈറ്റികളാ. അതുകൊണ്ട് തന്നെ നമശിവിന് ഡ്രസ്സുകളോട് അങ്ങനെ വലിയ ഭ്രമമില്ല. ഇതുപോലത്തെ ജീൻസുകൾ ഇഷ്ടാ, ഇങ്ങനെ ലൂസുള്ള ടൈപ്പ്. ബാക്കി അങ്ങനെ ഇന്നത് വേണം എന്നുള്ളതൊന്നും ഇല്ല. ജാനും ഓരോ ടൈപ്പ് ഡ്രസ്സുകൾ കാണുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ പറയൂട്ടാ. അങ്ങനത്തെ അവരുടെ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞു അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി കൊടുത്തു. ഇനി കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ വലിയൊരു ക്ലീനിങ് അല്ല, ഒന്ന് ഓടിച്ച് നമ്മുടെ ആ ഒരു നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവരെ റെഡിയാക്കി ഇനി ക്ലാസ്സിക്ക് വിട്ടിട്ടാവാം ബാക്കി ക്ലീനിങ് കേട്ടാ. ജാനുവിന്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കണേന്നാ, പിരികൻ എഴുതല്ലേ അമ്മേ പിരികൻ എഴുതല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഈ കുട്ടിക്ക് കണ്ണും പിരികനൊക്കെ എഴുതുന്നത് എന്തോ അലർജിയാ. എനിക്കാണെങ്കിൽ പെൺകുട്ടികൾ കണ്ണും പിരികനൊക്കെ എഴുതി കാണാൻ ഭയങ്കര ഇഷ്ടാ. അവള് പറയണ അവള് വലുതായി ഇപ്പൊ കണ്ണും പിരികനൊക്കെ എഴുതേണ്ട പ്രായം കഴിഞ്ഞു എന്നാ. ഞാൻ എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടേ വിടുള്ളൂ കേട്ടാ. അമ്മ ഇനി മുഖത്ത് എന്തെല്ലാം കാണിക്കുന്നുള്ള ഭാവമാണ് കേട്ടോ അവളുടെ മുഖത്ത്. പക്ഷെ എല്ലാം റെഡിയാവലും കഴിഞ്ഞ് പിരികനൊന്ന് ചെറുതായിട്ട് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുത്ത് കണ്ണിനൊരു വാലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായിട്ടാ. പിന്നെ സുന്ദരിയായി അടിപൊളിയായി എന്നൊക്കെ രണ്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കും ഒരു കോൺഫിഡൻസ്, ആ കുഴപ്പമില്ലല്ലോ ഭംഗിയുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കേട്ടാ. അങ്ങനെ ദേ നമശിവിന്റെ റെഡിയാവലൊക്കെ കഴിഞ്ഞു കേട്ടാ. കൈ ഇടിച്ചത് നല്ല വേന എടുത്തു അതാ കാണിക്കണേട്ടാ. ദേ നമ്മുടെ കിളിക്കൂട്ടാൻ കണ്ടാ വന്നിരിക്കുന്നുണ്ട്. കുഞ്ഞുവാവി ഉണ്ടായില്ലേ, ഒരു മുട്ടയാന്നേ വിരിഞ്ഞുള്ളൂ, മറ്റേ മുട്ട വിരിഞ്ഞില്ല. 2 മുട്ട ഇട്ടതേ എന്താണാവോ, ഒരു മുട്ട വിരിഞ്ഞു. അങ്ങനെ എൻ്റെ മുത്തുമണികൾ ദേ സ്കൂളിൽ പോവാണ് കേട്ടാ. ഭഗവാനോട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി ചെരുപ്പൊക്കെ ഇട്ട് കുറച്ചു നേരം വായിട്ട് അളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പതുക്കെ പോവുള്ളൂ. കാര്യം ഇന്ന് നേരത്തെ കഴിഞ്ഞു എല്ലാ കാര്യം. നമ്മൾ വിചാരിച്ചില്ല ഇന്ന് നേരം വൈകുവാന്ന്. ചേട്ടൻ പോവാൻ റെഡി ആയിട്ട് ഇരിക്കുന്നതാണേ. പിള്ളേര് അതിന്റെ ഇടയിൽ ടാറ്റുമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോ കൊഞ്ച് അച്ഛൻ്റെ അടുത്ത്. അവർക്കുള്ളത് അച്ഛനെ കാണുമ്പോ ഈ കൊഞ്ചലും കളിയൊക്കെ. സുന്ദരിയായിണ്ടല്ലോ ജാനു. ജാനുവിനാണെങ്കിൽ കുപ്പി പുറത്ത് വെക്കണം, ഏത് സമയവും വെള്ളം കുടിച്ചോണ്ടിരിക്കേ. അപ്പൊ കുപ്പി പുറത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെക്കാട്ടാ. ബാഗില് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടാ. ജാനുവിന് എന്തോ അധികം ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവിടെ വെക്കും. നമശിവിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ബാഗിന്. ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്, 6ാം ക്ലാസ് ആയല്ലോ അപ്പൊ അതിന് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ടെസ്റ്റിനാണെങ്കിലും നല്ലോണം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ സെറ്റപ്പ് മഴയത്തും കാറ്റത്തും എൻ്റെ ദേ മാവിന്റെ കൊമ്പ് കൊടിഞ്ഞു വീണു, മാങ്ങ കുറെ വീണു. ദേ ആ കൊമ്പ് ഇത്തിക്കണ്ണി പിടിച്ചിട്ട് ഉണങ്ങി നിൽക്കായിരുന്നു ഒന്നാമതേ. അപ്പൊ ഇന്നലത്തെ കാറ്റത്ത് അത് വീണു. അത് പോരണ പോക്കില് കുറേ മാങ്ങ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടാ. കുറേ മാങ്ങയൊക്കെ കേടാണ്, കുറേ മാങ്ങയൊക്കെ നല്ലതും ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് നല്ലത് നോക്കി പറക്കി വെക്കണം. അപ്പൊ വൈകിട്ട് പിള്ളേര് വരുമ്പോഴേക്കും വേണമെങ്കിൽ ജ്യൂസാവോ അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാലോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ രസല്ലേ. ഏതാ ആ കണ്ടു, ചെമ്പോത്ത് ആ ചെമ്പോത്തല്ലേ. അതിന്റെ വാല് മാത്രം കണ്ട് നോക്കട്ടെ. ആ കണ്ടു ഫുള്ളായി. അപ്പുറത്തെ വളപ്പിത്തെ പുളിമരത്തുമ്മേ എന്തോ കണ്ടിട്ട് എന്നെ കാണിച്ചു തരാ. ഒരു ചെമ്പോത്താ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ ചെമ്പോത്തിനെ? ഇവിടെ ചെമ്പോത്തുന്നാ പറയാട്ടാ. ഇവരിങ്ങനെയാണ് കേട്ടാ. ഒരു കിളീനെ കണ്ടാലും അണ്ണാറക്കണ്ണനെ കണ്ടാലും ഒരു പൂവ് കണ്ടാലും കാണാത്ത ടൈപ്പ് ഒരു ചെടി കണ്ടാ പോലും അതിങ്ങനെ നോക്കി നിൽക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ അച്ഛൻ്റെ അമ്മയുടെ അല്ലേ മക്കള് അല്ലേ, അവർക്കും ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടാ. സമയമുണ്ട് പോവാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് സോൺ പേപ്പറോ എന്തോ കളിച്ചു തുടങ്ങിയിട്ടാ. പിന്നെ അങ്ങടും ഇങ്ങടും ഉന്തലൊക്കെ ആയിട്ടാ. അവൻ ജസ്റ്റ് പതുക്കെ ചെയ്യുള്ളൂ ട്ടാ. പക്ഷെ ഇവളുണ്ടല്ലോ വയറ്റത്തൊരു ഒറ്റ ഇടിയാ കൊടുക്കും. ഇടയ്ക്ക് ഉണ്ട് അവൾക്ക് കളിച്ച് ഇടയ്ക്ക് ചേണ്ട വയറ്റത്തൊരു ഇടി. പാവന്റെ മോനെ ഇടയ്ക്ക് കരയും. എന്നിട്ട് പറയാം അമ്മ ഇവളെന്റെ വയറ്റത്ത് ഇടിച്ചിട്ടെങ്കിൽ വേദന എടുക്കണോന്ന് പറയും. അവള് നല്ല കാന്താരിയാണേ. അതിന് ഞാൻ അവളെ ചീത്ത പറയുന്ന വെച്ചാലും പെൺപിള്ളേർക്ക് കുറച്ച് സാമർത്ഥ്യം വേണം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ. ഞാൻ അതുകൊണ്ട് വല്ലാണ്ട് അവളെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്താറില്ല കേട്ടാ.
എന്താന്ന് വെച്ചാ പെൺപിള്ളേർക്ക് അത്യാവശ്യം വായൽനാക്കും അത്യാവശ്യം സാമർഥ്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ പെൺപിള്ളേർക്ക് അല്ലെങ്കിലും കുറച്ച് വായൽനാക്ക് സാമർഥ്യമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ആക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താന്നറിയോ, കുത്തു കൊടുത്തേക്കുന്നതും കെട്ടു കൊടുത്തേക്കുന്നതൊക്കെ നമ്മുടെ ടെർമിനാലിയാസ് ഒക്കെ വെച്ചിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. അവര് വേരൊക്കെ പിടിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ മഴയത്തും കാറ്റത്തേ ഒരു ചെറിയ ചെരിവും ഒരു ഇളക്കമൊക്കെ വന്നേ. അപ്പൊ അതിനെ ഒരു പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് കെട്ടിയൊക്കെ കൊടുത്തേക്കാണ് കേട്ടാ. ഇതൊക്കെ നമ്മുടെ ചെത്തികളാണ് കേട്ടോ. അതിന്റെ സൈഡിൽ ഒരു മണി പ്ലാന്റ്, എല്ലാത്തിന്റെയും സൈഡിൽ ഒരു മണി പ്ലാന്റ് കാണും കേട്ടാ. എന്താ വെച്ചാൽ അത് പടർന്ന് കയറി മേലെ പോയി വലിയ ഇലയാവണം. അതുകൊണ്ട് ഞാൻ എല്ലാത്തിന്റെ അറ്റത്ത് ഓരോ മണി പ്ലാന്റിന്റെ പീസസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ദേ കിണറിന്റെ ഈ സൈഡിലും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ആ ചെത്തികളുടെ ഇടയിൽ കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ദേ കയറി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, വലിയ ഇലയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചായയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇരുന്ന് കുടിക്കാം. എന്തായാലും ചായയൊക്കെ ഇരുന്ന് കുടിച്ച് സമയം പോകും. ആ സമയത്ത് അമ്മേനെയും കൂടി വിളിക്കാമെന്ന് വെച്ചിട്ട് അമ്മേനെ വിളിച്ചു കേട്ടാ. ഞാനും അമ്മയും വിശേഷങ്ങൾ പറയണതിന്റെ ഇടയിൽ വേറൊരു അച്ഛനും അമ്മയും മുകളിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടാ. ആരാന്നല്ലേ, തൊപ്പിക്കിളിയാണ് കേട്ടാ. അവരെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കണ കാരണം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കാണ്. ഇവർക്ക് എന്തിനാ ഈ പേടി? ഇത്ര കാലമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഞാനോ എൻ്റെ പിള്ളേരോ എന്തെങ്കിലും ചെയ്യണുണ്ടാ? എന്നാലും അവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ചായയൊക്കെ കുടിച്ച് നമുക്ക് അവരുടെ പ്രൈവസിയിൽ ഇടപെടണ്ടാന്ന്. അങ്ങനെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് പോന്നു. ഇനി അവരായി അവരെ പാടായി. കണ്ടാ, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും അമ്മക്കിളീനെ അവിടെ ഇരുത്തിയിട്ട് അച്ചൻകിളി പറന്നു പോയിട്ടാ. ഇനി നമുക്ക് സാമ്പാർ വെക്കണം കേട്ടാ. പ്രശാന്ത് ഏട്ടൻ്റെ സൈറ്റുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടാ. ടൂ വീലറിൽ അടുത്ത് പുറത്തുള്ളടത്തൊക്കെ പോയി വന്നു. ഇനി ഇത്തിരി ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവാണ് കേട്ടാ. ഇനി നമുക്ക് ആ ഗേറ്റ് ഒക്കെ ഒന്ന് അടച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പട്ടികൾ കയറുന്ന. അപ്പൊ ഗേറ്റ് അടച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കറികളിലേക്ക് കടക്കാം. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ ഒരുപാട് ഇങ്ങനെ കുറുകിയിരിക്കുന്നത് ഇഷ്ടമല്ല. കഷ്ണങ്ങളിൽ ഉരുളക്കിഴങ്ങ് എന്തായാലും നന്നായിട്ട് വേണം. ബാക്കിയുള്ള കഷ്ണങ്ങൾ കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് വറുത്തിടലില്ല. അതെന്താന്ന് വെച്ചാൽ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് മാത്രമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടട്ടാ. അപ്പൊ ഇവിടെ അങ്ങനെയാ വെക്കാട്ടാ. ഇന്ന് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് വെണ്ടക്കായ കിട്ടിയില്ല. വെണ്ടക്കായ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. നോക്കിയപ്പോ വെണ്ടക്കായ ഉണ്ടായത് 2-3 ഉണ്ടായുള്ളൂ, അത് നാശമായി പോയി. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജാനുവിന് ഈ ഉരുളക്കിഴങ്ങ് പറക്കി തിന്നല് ഭയങ്കര. ജാനുവിന് ഈ സാമ്പാറിലത്തെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടാ. അതുപോലെ തന്നെ വെണ്ടക്കായും മുരിങ്ങക്കോലൊക്കെ ഭയങ്കര ഇഷ്ടാ. കഷ്ണങ്ങളുടെ ആളാണ് ജാനു. ചാറിന്റെ ആശാനാണ് നംശിവ് ട്ടാ. ചാറ് വെറുതെ ആയാലും നംശിവ് തീർത്തോളൂ ട്ടാ. ബാലൻസ് ഉണ്ടാവില്ല നംശിവിന്റെ കറി. പിന്നെ ഞാൻ സാമ്പാറിൽ സാധാ പരിപ്പ് മാത്രമല്ല നമ്മുടെ ചെറുപയറ് പരിപ്പ് വാങ്ങാൻ കിട്ടും, അതും കൂടി ഇടൂ ട്ടാ. അതെന്തോ എനിക്ക് അതിന്റെ ടേസ്റ്റും കൂടി ഇഷ്ടമാണ്. പണ്ടേ അങ്ങനെ ഇട്ടിട്ടാ ഞാൻ ഉണ്ടാക്കാറ് കേട്ടാ. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് അങ്ങോട്ട് വേവിക്കാം. കുറച്ചൊക്കെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടാ. ഇനി അതൊക്കെ കഴുകി ആദ്യം എടുത്തിടണം. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം കേട്ടാ. ഇനി വിസിലടിക്കണവരെ നമ്മൾ ഫ്രീ. 1 മിനിറ്റ് കേട്ടാ, പുളി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രീ ട്ടാ. നമ്മൾ ഈ പുളി വെള്ളത്തിലിട്ട് വെക്കില്ലേ, ഞാൻ അതിൽ തന്നെയാട്ടാ സാമ്പാർ പൊടി മിക്സ് ചെയ്തിട്ട് ഇടുക. അപ്പോഴും വീണ്ടും ദേ അമ്മയുടെ കോള് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ അമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അതിന്റെ ഇടയിൽ എന്തോ അമ്മ തിരക്കായിട്ട് വെച്ചതാണ്. അപ്പൊ ഇനിയിപ്പോ സാമ്പാർ വെക്കല് കഴിഞ്ഞ് വിളിക്കാന്ന് വെച്ചിട്ട് അപ്പൊ കട്ട് ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഇതേ നല്ലൊരു മഴ പെയ്തു കൂട്ടാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ മഴയൊന്ന് ആസ്വദിച്ചാലോ കുറച്ചു നേരം. ആ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണുണ്ടായില്ലോ, അതൊന്നും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ ആ മാങ്ങയും പറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും കുക്കർ വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് മാവിന്റെ കൊമ്പൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പുറത്ത് ഇടാം. അതുപോലെ അതിലത്തെ നല്ല മാങ്ങയൊക്കെ പറക്കി നല്ലത് എടുത്ത് വെക്കാം. പൊട്ട മാങ്ങയൊക്കെ പറക്കി അപ്പുറത്ത് വളപ്പിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാട്ടാ. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് വറുത്തിട്ടാലോ. അപ്പൊ വറുത്തിടാനുള്ള കടുകും മുളകൊക്കെ എടുത്തു. പുളി പിഴിഞ്ഞൊഴിക്കണം. ആ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ ഇനി നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടാ. സാമ്പാർ പൊടി ഞാനേ ഈ പുളി വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതിലിടുക. അപ്പൊ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ മിക്സ് ചെയ്ത പുളിവെള്ളം നമ്മൾ സാമ്പാറിൽ ചേർത്തണ്ട് കേട്ടാ. വെണ്ടക്കായ ഇല്ല, സാമ്പാറാണ് പക്ഷെ വെണ്ടക്കായ ഇല്ല. വെണ്ടക്കായ വാങ്ങാൻ മറന്നുപോയി, ഇന്നലെ പോയപ്പോൾ. സബോളയും വാങ്ങാൻ മറന്നുപോയി.
ഞാൻ ഉരുളക്കിഴങ്ങ്, സബോള, തക്കാളി അങ്ങനെയൊക്കെ കുറേ മനസ്സിൽ വിചാരിച്ചിട്ട് പോയി. സാധാരണ ഞാൻ വാട്സപ്പിൽ ആർക്കെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ മെസ്സേജ് അടിച്ചിട്ടിട്ടാണ് പോവുക, എനിക്ക് നല്ല ഓർമ്മശക്തി ആയതുകൊണ്ട്. പക്ഷെ ഞാൻ മത്തങ്ങയും എല്ലാം വാങ്ങിച്ചു, വെണ്ടക്കായ വാങ്ങിച്ചില്ല. അപ്പം വെണ്ടക്കായ ഇല്ലാത്ത സാമ്പാറാണ് കേട്ടാ. ഈ സാമ്പാർ വറുത്തിടാൻ പോവാണ് കേട്ടാ. അപ്പം കടുകും മുളകൊക്കെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇടാം അതിലേക്ക്. ഞാൻ എന്തിനാണോ കടുകിൻ്റെ പാത്രം എടുത്തു വെച്ചേ? അയ്യോ, കടുക് അതിലിടാണ്ട് എടുത്തു വെച്ചു. എനിക്ക് എല്ലാ സാധനം അപ്പം എടുത്ത് വെക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കടുക് ഇടാതെ തന്നെ എടുത്തു വെച്ചു. ഒന്നും വിചാരിക്കരുത്, അത് പൊട്ടിത്തെറിച്ചിട്ടേ നമ്മൾ കടുക് ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് അതങ്ങോട്ട് പൊട്ടിയാലല്ലേ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അത് പൊട്ടിത്തെറിക്കുമ്പോൾ എൻ്റെ സ്റ്റൗമ്മ മൊത്തമാവും. ഞാൻ അതുകൊണ്ട് കുക്കറിൻ്റെ തന്നെ അടപ്പെടുത്തിട്ട് അത് അടച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ അത് അതിൽ കിടന്ന് പൊട്ടിക്കോട്ടെ എന്തോരം വേണമെങ്കിലും. പക്ഷേ പൊട്ടിത്തെറിച്ച എണ്ണ അപ്പുറത്തൊന്നും ആവില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാൻ കേട്ടാ. ഞാൻ തന്നെ തുടക്കേണ്ടതൊക്കെ. നമ്മുടെ സാമ്പാർ റെഡി. എൻ്റെ കൈമയ്ക്ക് തെറിച്ചിട്ടുണ്ട്, പുള്ളിയാവും. എൻ്റെ കൈൻ്റെ ഇവിടേക്ക് തെറിച്ചു, നാളത്തേക്ക് പൊളയ്ക്കാവോ. കിച്ചണിൽ എന്ത് ചെയ്താലും കൈ പൊള്ളാത്ത ഒരാളാ ഞാൻ. ആ അഹങ്കാരം ഒന്ന് മാറി കിട്ടിയിട്ടാ. 2-3 തുള്ളി വെളിച്ചെണ്ണ കൈമയ്ക്ക് പൊട്ടിത്തെറിച്ചു. സാരമില്ല, ഞാൻ തന്നെ എന്നെ അങ്ങോട്ട് സമാധാനിപ്പിച്ചു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായിട്ടേ സംഭവം ഇതാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യണേ. ഇത് എന്തൊരു നല്ല സാധനമാണെന്നറിയോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് ക്ലീനാക്കാൻ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്യാം. ഭയങ്കര നല്ല സാധനമാണ്. ഇത് പ്രമോഷനൊന്നല്ല കേട്ടോ, ആരും എനിക്ക് പൈസ തന്നിട്ടല്ല, പ്രമോഷനല്ല. ഞാനിത് വാങ്ങിച്ചതാ. ഇത് കമ്പനി ഏതാ, ഇതാണ് സാധനം കണ്ടാ. ഇത് നമ്മുടെ ഓൺലൈനിൽ എല്ലാവിടെയും കിട്ടും. മീഷോയിലുണ്ട്. മീഷോ എന്ന് വാങ്ങിച്ചത് പക്ഷെ വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. മീഷോത്തെ എല്ലാ സാധനവും നല്ലതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മീഷോയിലത്തെയും ഈ ഒരു സാധനത്തിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം കേട്ടോ. ഇത് കറക്റ്റ് ഇതിലെ എണ്ണം കൂടുതലുണ്ടോ? മീഷോ എന്ന് വാങ്ങിച്ചതിന് എണ്ണം കൂടുതലുണ്ടോ? തുറന്നിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഒരു പാക്കറ്റ് പൊട്ടിച്ച് യൂസ് ചെയ്തോട്ട്. ഇതിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സാധനമാണ് മീഷോന്ന്. നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനത്തെയാണ്. ഇത് മീഷോ എന്ന് വെച്ചാൽ ശരിക്കും സ്പോഞ്ചാ. ഇതും അങ്ങനെ തന്നെ തുടച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഇത്തിരി കൂടി ഹാർഡാണ്. ഇതിനേക്കാളും യൂസ് ചെയ്യാനായിട്ട് സൂപ്പർ ഇതാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം വാങ്ങണേ. ഞാൻ ഹൗസ് വാമിങ്ങിന് മുമ്പ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്ര ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് ഇടാത്ത. പറ്റിയാൽ ഞാൻ നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാട്ടെ. നമ്മുടെ മീഷോ എന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങളുടെ ഹോള് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിട്ടാണെന്നറിയോ, ഇത് ഞാൻ പറയാൻ വന്നതെന്താ വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പം ഈ കിച്ചണിൻ്റെ ഇതൊക്കെ തുടയ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ആ വെള്ളത്തോടു കൂടി വെക്കണമെങ്കിൽ തുടച്ചെടുക്കാൻ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വെള്ളം പൊക്കോളും. നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധനം കേട്ടോ. ഞാൻ കിച്ചണിക്ക് വാങ്ങിച്ച സാധനങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇതും പിന്നെ ഫ്രിഡ്ജ് ഓർഗനൈസറുകളാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനിപ്പോൾ ഇവിടെ തുടയ്ക്കാനായിട്ട് പുതിയത് എടുത്തപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു. ഇത് സൂപ്പർ സാധനം കേട്ടോ. ഇതൊരു പാക്കറ്റിൽ 3 എണ്ണമാണ് നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കേട്ടോ. മീഷോന്ന് വാങ്ങിച്ച കുറേ ഉണ്ട് കേട്ടോ. 1, 2, 3, 4 കുറേ എണ്ണം ഉണ്ട് മീഷോന്ന്. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് ഞാൻ എന്തൊരു ചെയ്യണമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനായിട്ട് ഞാൻ ഈ മീഷോ എന്നുള്ളത് യൂസ് ചെയ്യാം. എന്തായാലും വാങ്ങിച്ചില്ല, അപ്പോൾ ഇത് യൂസ് ചെയ്യും. ഇത് പക്ഷേ കിച്ചണിൽ ഫുള്ള് ക്ലീനിങ്ങിന് ഞാൻ ഇതാ യൂസ് ചെയ്യണേ. ഇത് 3 എണ്ണം ഉണ്ട്. ഈ കളർ തന്നെയായിരുന്നു എൻ്റെ പഴയത് പക്ഷെ ഇത്തിരി സൈസ് കുറവുണ്ടായിരുന്നു. അത് അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് പഴയത്. ഇത് കരിമ്പനടിച്ചു ആകെ. ഇത് നാശായ കാലം കൊണ്ട് പുതിയത് ഓർഡർ കൊടുത്തതാണ്. അടിപൊളി സാധനം. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. 200 രൂപയ്ക്ക് താഴെ ഉള്ളു പോകുന്നുണ്ട്. 3 എണ്ണം കിട്ടും.
പക്ഷെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ തുണിയുടെ കഷ്ണം യൂസ് ചെയ്യണ്ടല്ലോ, കൈക്കൽ തുണിയായിട്ട് യൂസ് ചെയ്യാനുള്ള കട്ടിയുണ്ട്. പക്ഷെ ഞാൻ തുടയ്ക്കാനാണ് ഉപയോഗിക്കണേ. ഭയങ്കര നല്ലതാണ്. ഇപ്പൊ ഈ ഗ്ലാസ്സുകൾ തുടയ്ക്കാൻ പോലും ഇത് ഭയങ്കര നല്ലതാണ്. ഗ്ലാസ്സിന് പാടുകളൊന്നും വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ നാനോവൈറ്റ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിടാം. നമ്മുടെ സ്റ്റവും നാനോവൈറ്റും ഒക്കെ ക്ലീൻ ചെയ്യാം. നമ്മുടെ നാനോവൈറ്റ് ഏത് ഗ്രേഡാണ്, ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഉപയോഗിക്കുമ്പോൾ സ്റ്റെയിൻ ആവണുണ്ടോന്നൊക്കെ. എനിക്ക് ഇപ്പോൾ ഒരു 4 മാസമായി വീട് പണി കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. എൻ്റെ നിർബന്ധപ്രകാരം തന്നെയാണ് ഞാൻ ഈ വൈറ്റ് തന്നെ ഇട്ടേ. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുമല്ലോ. പിന്നെ വൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അടുക്കള ഇരിക്കും, അതുപോലെ തന്നെ ഭയങ്കര നീറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തത്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ വൈറ്റ് ഇടുന്ന. ഇതുവരെ അതുമ്പോൾ സ്റ്റെയിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചാണ് യൂസ് ചെയ്യണതൊക്കെ. അതിൻ്റെതായ രീതിയിൽ നന്നായി ക്ലീൻ ചെയ്ത്, എന്തെങ്കിലും വീണാൽ തന്നെ അപ്പാപ്പ ക്ലീൻ ചെയ്ത് ചെയ്യണുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് ആഗ്രഹമുള്ളവരൊക്കെ വൈറ്റ് കിട്ടോ. ബ്ലാക്കുമ്മ കാണുന്ന അത്രയും ചെളിയൊന്നും വൈറ്റുമ്മ കാണില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പൊ നാനോ വെയിറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് ഇട്ടോട്ടോ ധൈര്യമായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞതേ ഞാൻ എഡിറ്റിങ്ങിന് ഇരുന്നിട്ടുണ്ട്. ഇനി ചേട്ടനും പിള്ളേരും വരണ വരെ എനിക്കുള്ള കൂട്ടുതേ ഈ കിളിയമ്മയും അതിലൊരു വിരിഞ്ഞേക്കണ ഒരു കുഞ്ഞിക്കിളിയാണ് കേട്ടാ. കുഞ്ഞിക്കിളി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല കേട്ടാ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. ടാറ്റാ ബൈ.